ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ, മംഗളവാർത്താ കാലത്തിലൂടെ നാം കടന്നു പോവുകയാണല്ലോ. ഒരു കാത്തിരിപ്പ് മനുഷ്യ ജീവിതത്തിൽ സാധാരണമല്ലേ? വിതയ്ക്കുന്നവൻ വിളവിനായി കാത്തിരിക്കുന്നു, പരീക്ഷ എഴുതുന്നവൻ റിസൾട്ടിനായി കാത്തിരിക്കുന്നു. പിതാക്കന്മാർ കാത്തിരുന്ന ഒരു രക്ഷകനുണ്ട്. വിശുദ്ധ ലൂക്കാസ് സുവിശേഷകൻ 2-ാം അധ്യായത്തിൽ 11-ാം തിരുവചനത്തിൽ പറയുന്നു, ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ഒരു രക്ഷകൻ കർത്താവായ യേശു പിറന്നിരിക്കുന്നു. ഈ തിരുപ്പിറവിയെ കാത്തിരിക്കുക നാമോ. ഒരു രക്ഷകൻ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാൻ നാം അനുവദിക്കുന്നുണ്ടോ? അനുവദിക്കണം. നൊയിമ്പ്, ഉപവാസം, ദാനധർമ്മം ഇതൊക്കെ നമ്മുടെ പാപപരിഹാരമാണ്. അതിനു പുറമെ നമ്മെ തന്നെ ഒന്ന് പരിശോധിക്കണ്ടേ? ദുശീലങ്ങൾ മാറ്റണ്ടേ? മദ്യപിക്കുന്ന സ്വഭാവമുള്ളയാൾ അത് മാറ്റുക. ലഹരിക്ക് അടിമപ്പെടുന്നവർ അത് ഉപേക്ഷിക്കുക. ദുഷിച്ച വചനങ്ങൾ സംസാരിക്കുന്നവർ ഉണ്ടായിരിക്കുക. അലസത ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ ജീവിതത്തില് നമ്മുടെ വൈകല്യങ്ങൾ, വീക്ക് ആയിട്ടുള്ള പോയിന്റുകൾ നാം തന്നെ കണ്ടെത്തണം. ഉപേക്ഷിക്കണ്ടേ? ഒരു വിശുദ്ധ ജീവിതം സമ്മാനിച്ചുകൊണ്ട് ഈ വർഷത്തെ ക്രിസ്മസിനെ നമുക്ക് വരവേൽക്കാം. ദൈവത്തിന്റെ കൃപ എല്ലാവരിലും നിറയുന്നുണ്ട്. എല്ലാവരും അനുഗ്രഹീതരാണ്. നമുക്ക് ആ ഉണ്ണി യേശുവിനെ വരവേൽക്കാൻ വിശുദ്ധിയുടെ ഒരു ജീവിതവുമായി കടന്നു ചെല്ലാം. ആമേൻ.